ഇന്ന് റവയും മുട്ടയും കൂടെ വെച്ച് നല്ല ടേസ്റ്റിലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ. നിങ്ങൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒരു ബൗളിലോട്ട് ഞാൻ ദേ ഈ കപ്പിന് ഒരു കപ്പ് റവ, അതുപോലെ തന്നെ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാൻ നമുക്കത് മാറ്റി വെക്കാവേ. അതവിടെ ഇരുന്നോട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ, റവയൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ആ കുതിർന്ന റവയും ഇട്ട് കൊടുത്ത് ഒരു മുട്ട, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അടിച്ചെടുക്കാവേ. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി 2 കപ്പ് മൈദാപ്പൊടിയിലോട്ട് ആ അരച്ച് വെച്ച റവ, മുട്ട, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നെയ്യും ഉപ്പും കൂടി ഇട്ട് ആ മിക്സില്ലേ, വെള്ളം ഒട്ടും ഒഴിക്കാതെ കണ്ടില്ലേ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഈ മൈദാപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാവേ. ഇപ്പം നിങ്ങൾക്കിത് ടൈറ്റായി പോവുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ലൂസായി പോവുകയാണെങ്കിൽ ഒരു ഇച്ചിരി മാവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ദേ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. കണ്ടില്ലേ, എനിക്കത് പരുവായിരുന്നേ, എന്നാലും ഒരു ചെറിയ സ്റ്റിക്കി പോലുണ്ട്. നല്ലപോലെ നമുക്കതിനെ അയച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നല്ലപോലെ അയച്ചെടുക്കാം. അയച്ച് ആ സ്റ്റിക്നെസ്സൊക്കെ മാറി നല്ലൊന്ന് സോഫ്റ്റായി വരണം കേട്ടോ. ഈ മാവ് നല്ലൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇനി അതവിടെ ഇരുന്നോട്ടെ. ഒരു 5 മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിന് പറ്റിയ നല്ലൊരു തേങ്ങ അരച്ച മീൻകറി വെക്കാവേ. എളുപ്പം വെക്കാൻ പറ്റുന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ല മഷി പോലെ അരച്ച് ഒരു ചട്ടിയിലോട്ട് ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക്, വേപ്പില, കുടംപുളി എല്ലാം കൂടി ഇട്ട് ഈ അരച്ച അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ഇത് തിളയ്ക്കാനായിട്ട് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ആ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കാൻ വെച്ച്. കണ്ടില്ലേ, കറിയൊക്കെ നല്ല തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി വേപ്പിലയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം, ലഞ്ചിനും എടുക്കാം. രാവിലെ ഇതുണ്ടാക്കിയ കണ്ടില്ലേ, ഞാൻ അയച്ച് വെച്ച മാവിനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഒരു ചപ്പാത്തി പലകയിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ പരത്തിയെടുക്കാം. ഒരു ബോൾ എടുത്ത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാവേ. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. പിള്ളേർക്ക് വേണമെങ്കിൽ അത്യാവശ്യം സ്കൂളിലും കൊടുത്തു വിടാൻ പറ്റുന്ന റൊട്ടിയാണേ. ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ പൊറോട്ട ടൈപ്പ് ഒരു റൊട്ടിയാണ്. നല്ലപോലെ പരത്തിയ ചപ്പാത്തിയിലോട്ട് എണ്ണ നല്ലപോലെ തൂത്ത് കൊടുത്ത് ഇതിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുക്കണേ. കണ്ടില്ലേ, ഇതുപോലെ മടക്കി ഇനി എല്ലാ ബോൾസിനെയും ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി പരത്തിയെടുക്കട്ടെ. അടുത്ത ബോളും എടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് പരത്തി. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് പരത്തി ഇച്ചിരി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിന് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇനി ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ എല്ലാ ബോൾസിനെയും പരത്തി സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ആ സ്ക്വയർ ഷേപ്പിനെ ഒന്നും കൂടെ ഒന്ന് പരത്തി ഇതുപോലെ അതൊന്ന് പരത്തിയെടുക്കാം.
ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇങ്ങനെ പരത്തിയതിനെ നല്ല ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാവേ. കണ്ടില്ലേ? നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇട്ടപ്പോഴേ നല്ല ആ ചൂട് കൊണ്ടപ്പോഴേ നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇച്ചിരി ഓയിലോ ഗീയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ബ്രഷ് ചെയ്ത് തിരിച്ചും മറിച്ച് ഇടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് പൊറോട്ട റെഡി. നിങ്ങൾക്ക് എന്തായാലും ഈ റൊട്ടി ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. കണ്ടില്ലേ, നല്ല ചൂട് പൊറോട്ട, അതിൻ്റെ കൂടെ നല്ല ചൂട് തേങ്ങ അരച്ച മീൻ കറി. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റി റൊട്ടിയാണ് കേട്ടോ, ടേസ്റ്റി മീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്